പരിചയമില്ലാത്ത നമ്പർ. ഹലോ, ആണോ? അയ്യോ, ആളിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റേജിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇന്നത്തെ എൻട്രിക്ക് വേണ്ടി നിപ്പുണ്ടാവും. അല്ല, അത് നിങ്ങൾ പറ. അയ്യോ, എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പം പറ്റത് നമ്മൾ ഇത്ര ഇതായിട്ട് അല്ല, എന്നെ പറയല്ലേ. പുള്ളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഞാൻ ഓണാക്കാൻ പറയാം. ഓക്കെ ഞാൻ പറഞ്ഞോളാം. ഞാൻ സമാധാനമായിട്ട് പറഞ്ഞോളാം. ഓക്കെ. എന്താ വിഷയടി? ഇവിടെ കേശവമാമന്റെ അപ്പൂപ്പ മരിച്ചുപോയി. പുള്ളിക്ക് മുത്തച്ഛനൊക്കെ ഉള്ള ആളാണോ? സ്വന്തമായിട്ട് മുത്തച്ഛനൊക്കെ ഉള്ള ആളാ. മുത്തച്ഛൻ ഇപ്പം മരിച്ചു. ഇതിപ്പോ ഒന്ന് പുള്ളിനെ അറിയിക്കണല്ലോ നമുക്ക്. സ്റ്റെഫിക്ക് പറയാൻ പറ്റുമോ പുള്ളിയോടൊന്ന്? അല്ല, അങ്ങനെ ചാടിക്കേറി പറയാൻ പറ്റത്തില്ല. പുള്ളിക്കും പുള്ളിയുടെ ഭാര്യയ്ക്കും വീട്ടുകാർക്കും വന്നത് എല്ലാം കൂടെ 54 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കണം അവരുടെ ഫുൾ ഫാമിലിയിൽ. നമുക്ക് ചാടിക്കേറി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമുക്കതൊരു നയത്തിന് പറഞ്ഞ് പുള്ളിനെ കൺവിൻസ് ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് പ്രിയപ്പെട്ട ഓഡിയൻസിനോട് റിക്വസ്റ്റ് ഉണ്ട്. കേശവമാമൻ വരുമ്പം പുള്ളിയുടെ ഹൃദയത്തിന് ഇത് കൊടുക്കുന്ന ഒന്നും നിങ്ങൾ ആരും പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് കേട്ടോ. അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കാണ്. ഓക്കെ, ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കണം കേട്ടോ. ചേട്ടാ ഒന്ന് ചെന്ന് ദുഃഖമൊന്നും മുഖത്ത് കാണിക്കരുത് കേട്ടോ. നമ്മളും അങ്ങനെ കാണിക്കരുത്. കൃത്യമായിട്ട് പറയാം. എന്റെ മുഖത്തൊരു ചെറിയ ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. സ്റ്റെഫിയും കൺട്രോൾ ചെയ്ത് നിൽക്കണം കേട്ടോ. ഇവിടെ കാണണമല്ലോ. അല്ലാത്ത സമയത്ത് വിളിക്കാതെ കയറി വരുന്ന ആളാ. അമ്മാവാ, കേശവമാവാ. ഇവിടെ ആയിരുന്നു. ഒന്നുമില്ല, വെറുതെ കാണണം തോന്നി അപ്പൊ വിളിച്ചു. നിങ്ങൾ ഇവിടെ അവിടെ ഇരിക്കാറുള്ളത്? അല്ല, ഒരു വന്നോളൂ. ചേട്ടാ പറഞ്ഞു. എന്താണ് ചേട്ടാ? പാപികളെ ദൈവം പന പോലെ വളർത്തും, പക്ഷെ നല്ല ആൾക്കാരെ വളർത്തൂല്ല. അതാണ് പ്രശ്നം. അല്ല, പിഷാരുടെ അടുത്ത് വല്ലതും പറയാ. അല്ല, പിഷാരുടെ അടുത്ത് വല്ലതും പറയാൻ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി പറയാം. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എന്തായാലും നമ്മവൻ എന്നെ എന്ത് വേണേ പറഞ്ഞു. മാവ, ജീവിതം നീർക്കുമിളകൾ പോലെയാണ്. അത് എപ്പോഴാ പൊട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം മറ്റൊന്ന് വിചാരിക്കും. പ്രതിസന്ധികളിലൂടെയാണല്ലോ മനുഷ്യ ജീവിതങ്ങളെല്ലാം പോയിരിക്കുന്നത്. ക്ഷണപ്രഭാ ചഞ്ചലെന്ന് കേട്ടിട്ടില്ലേ? ലക്ഷ്മിയും അസ്തരയല്ലോ മനുഷ്യർക്ക്, സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപായുസം എന്നാണല്ലോ. കഞ്ചാവല്ല അടിച്ചേക്കണത്. കഞ്ചാവിന്റെ ആണോ എനിക്കറിയാം. നാക്കിട്ട് സ്റ്റാമ്പോ അല്ല. എന്താ സംഭവം? നിങ്ങൾക്ക് എന്ത് പറ്റിയേക്കണത്? ഞാനൊരു കാര്യം പറയട്ടെ. കേശവമാമൻ ഇവിടെ വന്നിട്ട് സ്റ്റെഫി നമ്മളോട് എപ്പോഴും പാട്ട് പാടണം എന്ന് പറയുമ്പോൾ നമ്മൾ കേശവമാമനെ അങ്ങനെ പാടാൻ സമ്മതിച്ചിട്ടില്ല. പലപ്പോഴും പാടണം. ഇന്ന് കേശവമാമൻ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി പാടണം. ഇന്ന് പാടണം. പ്ലാൻ ചെയ്തിട്ടില്ല, എന്നാലും പാടണം അമ്മാവൻ, ഇന്ന് പാടണം. മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ഒരു കൈ കുടം നീട്ടി ആത്മാവിനിത്തിരി ജീവജലം തരുമോ? എന്താ പറ്റിയത്? എന്തത്? ശരി, എന്താ പറ്റിയ? എന്താ മോളേത്? എന്താ പറ്റിയ? എന്താ സംഭവിച്ച? പറഞ്ഞോ. പറ. ടെൻഷൻ അടിപ്പിക്കലും കുട്ടിക്കാലം തൊട്ട് അമ്മാവനെ നോക്കി വളർത്തിയ ഒരേ ഒരു മുത്തച്ഛൻ മരിച്ചു. വയസ്സായ ആൾക്കാർ മരിക്കൂലടാ.
അയാള് മരിച്ച എനിക്കെന്താണ്? ഞാൻ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്കല്ലേ ഉള്ളൂ. അവിടെ മരണത്തിന്റെ ഫീസ് ഞാൻ അടക്കണം. മാത്രമല്ല അവിടെ ചെന്ന് പന്തലിന്റെ മൊത്തം ഏർപ്പാട് എന്റെ തലയിൽ കെട്ടി വെക്കും. ഇനി മേലാലി ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എന്റെ മുമ്പിൽ വരരുത്. നീ എന്തിനാ കരയണത്? ആരോ വിഷമം? എനിക്ക് വിഷമമില്ല. വേണമെങ്കിൽ 24 മണിക്കൂർ കൂടി തന്നെ കരഞ്ഞോ. എന്താടാ? പിന്നെ ഒരു കാര്യമാണ് പറയണേ. ഇത്രയും നേരം എന്നെ ടെൻഷനാക്കി എൻ്റെ പേരിൽ ഒരു അടിച്ചുകൂടി പാട്ടും കൂടി പാടിയിട്ടേ അവിടുന്ന് പോകുള്ളൂ. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആശ്വസിക്കൂ ആവോളം, മനസ്സെ ആശ്വസിക്കൂ ആവോളം, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ